പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിയാണ് തന്നെ CPI-യിൽ നിന്നും പുറത്താക്കിയതെന്ന് നാട്ടിക MLA CC മുകുന്ദൻ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് പുറത്താക്കുകയായിരുന്നു. പുറത്താക്കുന്നതിന് മുൻപേ തന്നെ ചുമതലകളിൽ നിന്നും ഒഴിഞ്ഞു. താൻ വർഗവഞ്ചകനാണോ എന്ന കാര്യം ജനങ്ങൾ പറയുമെന്നും CC മുകുന്ദൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് നേടാൻ പോകുന്ന പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ അവസ്ഥ ഉണ്ടായത്. അത് പ്രകാരം ആ പറയുന്ന കാര്യമൊന്നും ശരിയല്ല, ഒക്കെ സത്യവിരുദ്ധമാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു തീരുമാനം അവർ അംഗീകരിച്ച് നടപ്പാക്കിക്കോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. മുമ്പ് തന്നെ ഞാൻ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. ഇത് തൽക്കാലം അവരുടെ പാർട്ടിയുടെ ഇത് നിലനിൽക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ്. അത് അവർക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ജനങ്ങളുടെ മുമ്പിലൊന്നും ഒരു വില പോകില്ല. ഇത്ര പറയാനുള്ള അതിനെക്കുറിച്ച്. വർഗവഞ്ചകനെന്നും പാർട്ടി വളർത്തിയ ആൾ വർഗവഞ്ചകനായിട്ടാണ്, പാർട്ടിയെ ചതിച്ച ആളായിട്ടാണ് പാർട്ടി ഇന്ന് ജില്ലാ കമ്മിറ്റി ചേർന്നെടുത്ത തീരുമാനത്തിനോട് അനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ചർച്ചകളും വിമർശനങ്ങളും. വർഗവഞ്ചനങ്ങൾ എന്നുള്ളത് ജനങ്ങൾ പറയും. അടുത്ത തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ജനങ്ങൾ പറയും വർഗവഞ്ചനയാണ്, ജനങ്ങളെ സേവിക്കുന്ന ആളെന്ന് പറയും. അപ്പോൾ വേറെ അഭിപ്രായം പറയാൻ പോണത് വർഗവഞ്ചന സമയം തൊഴിലാളി വർഗ നിഷേധം നടത്തുന്ന ഭാഗമാണ് ഈ ലെറ്റർ പേഡിൽ വന്ന പാർട്ടി എന്ന് പറയേണ്ടി വരും. അത്രേ ഉള്ളൂ. ഇത് ആര് ചേർന്നെടുത്ത തീരുമാനമാണ്? ഇന്നലെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് മുകുന്ദന് പറയാനുള്ളതെല്ലാം കേൾക്കും, ഒരു സഖാവ് എന്നുള്ള നിലയിൽ ശത്രുതാപരമല്ലാത്ത സമീപനം സ്വീകരിക്കുമെന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എനിക്ക് ആ വാർത്ത മുഴുവൻ വായിച്ചിട്ടില്ല. വായിച്ചു കൊടുത്ത് വരുന്ന സമയത്ത് ഇവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ വെറുതെ ഓടിച്ചു നോക്കിയപ്പോൾ അത് മനസ്സിലായി സത്യവിരുദ്ധമായ സമയമാണ് സ്വീകരിക്കുന്നത്. ഇതൊന്നും ഉൾക്കൊള്ളാനും മുന്നോട്ട് ജനങ്ങൾ ഉൾക്കൊള്ളില്ല. എനിക്ക് ഇത്ര പറയാനുള്ളൂ. മുകുന്ദനെ വളർത്തിയതും വലുതാക്കിയതും MLA ആക്കിയതും പാർട്ടിയാണ്. ആ പാർട്ടിയെയാണ് അവസാനം തള്ളിപ്പറഞ്ഞ് പുറത്തു പോകുന്നത് അല്ലെങ്കിൽ പുറത്താക്കപ്പെടുന്നത്. അല്ല, പാർട്ടി വളർത്തിയതെന്ന് ഞാൻ ആ രീതിയിൽ പറയേണ്ട കാര്യം എൻ്റെ പ്രവർത്തനൻ്റെ ശൈലി അനുസരിച്ചാണ് എന്നെ പാർട്ടിയിൽ പ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവന്നത്. എൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത്. അത് നാട്ടുകാർ പറയും, ഇവർ പറയണ്ട. അത്രേ ഉള്ളൂ. ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് പുകച്ച് പുറത്തേടിക്കുകയായിരുന്നു, അങ്ങനെ തോന്നുന്നുണ്ടോ? അത് ചില സമയം എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലർ പറഞ്ഞ കാര്യം മാത്രം അംഗീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ പറഞ്ഞ വാർത്ത ഒരു നിലയ്ക്കും ജനങ്ങൾ അംഗീകരിക്കില്ല. ഞാനല്ല, ജനങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ജനങ്ങൾക്ക് അറിയാം അത് വളരെ എന്താ പറയുക, പാർട്ടിയെ നിന്ന നിലപ്പിൽ രക്ഷിക്കാൻ വേണ്ടി ബുധൻ്റെ അടുത്തെടുത്ത സമീപനം ശരിയല്ലെന്ന് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതും. പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ടോ ആരെങ്കിലും CPI-ക്കാർ? അല്ല, പിന്നിപ്പോൾ ഇതുണ്ട് ഈ വാർത്ത കേട്ടാൽ തന്നെ അറിയാമല്ലോ, പിന്നിലെ മുമ്പിൽ നിന്ന് കുത്തിയെന്നൊക്കെ അറിയാമല്ലോ. ഇനി കുത്തിക്കൊണ്ടിരിക്കുന്ന തർക്കമല്ലല്ലോ. ഇപ്പം നിങ്ങളുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ അറിയാം ആരാണ് ഇതിൻ്റെ ആളെന്നുള്ളത് മനസ്സിലായില്ലോ. പിന്നെ വേറെ എന്തെങ്കിലും ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത്. അപ്പോൾ സാധാരണ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള കാര്യം നേരത്തെ വ്യക്തമാക്കിയതാണ്. ആർക്കൊപ്പമാണെന്നുള്ളതാണ്. കോൺഗ്രസ് വലിയ പിന്തുണ നൽകാൻ തയ്യാറായി നിൽക്കുകയാണ്, മറ്റു പാർട്ടികളും സമീപിക്കുന്നു. വരുന്ന ആൾക്കാരുടെ പിന്തുണ സ്വീകരിച്ച് ജനമധ്യത്തിൽ നമ്മുടെ പ്രവർത്തനം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതിനകത്ത് ആരൊന്നും നല്ല എല്ലാവരും സഹായിക്കാൻ തയ്യാറാണെങ്കിൽ അവരും കൂട്ടി വെച്ച് മുന്നോട്ട് പോകാമല്ലോ. തർക്കമൊന്നുമില്ല എൻ്റെ അകത്ത്. മുകുന്ദനെ സ്നേഹിക്കുന്ന CPI-ക്കാരുണ്ട്, LDF അനുഭാവികളുണ്ട്, മണ്ഡലത്തിലെ ജനങ്ങളുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് ഈ പറഞ്ഞ ഇപ്പം നിങ്ങൾ 2 ദിവസമായിട്ട് എടുത്ത എല്ലാ വാർത്തകളും അവർ ജനങ്ങൾ കേട്ടിട്ടുണ്ട്. അതെന്നെ പറയാനുള്ള വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇനി മുകുന്ദൻ ചേട്ടൻ്റെ ഭാവി എന്താണെന്നുള്ളതാണ് സ്വയം കരുതുന്നത്. എനിക്ക് 64 വയസ്സായി. എൻ്റെ മക്കളും കല്യാണം കഴിഞ്ഞു. ഞാൻ എൻ്റെ അത്ര പ്രാധാന്യം കേൾപ്പാണ് എൻ്റെ ഭാര്യ. അപ്പോൾ ഒരു ജീവിതം എനിക്ക് പെൻഷൻ ഉണ്ട്, സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ഉണ്ട്. ഇതൊക്കെ മുന്നോട്ട് പോകും. ഒരാളെ ഒരു ഒത്തുതീർപ്പും വേണ്ട, ഒരു താല്പര്യം ഒത്തുതീർപ്പ് കണ്ട ആവശ്യമൊന്നുമില്ല. അവസാനമായ ഒറ്റ കാര്യം, ഭയമുണ്ടോ ഭീഷണിയുണ്ടോ? എന്ത് ഭയമുണ്ട് ഭീഷണി ഉണ്ടെങ്കിലും അതിജീവിച്ച് മുന്നോട്ട് പോകും. ഭീഷണി ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഭയപ്പാടില്ല എന്നതിൻ്റെ അകത്ത്. ഇവർ ഭയപ്പെട്ടാൽ മതി. ആര് ഈ പറയുന്ന ആൾക്കാർ ഭയപ്പെട്ട് മുന്നോട്ട് പോയാൽ മതി, വേറെ ഒന്നുമില്ല. ഇവരൊക്കെ സംരക്ഷിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഞാൻ രാവും പകലും ഇല്ലാതെ സംരക്ഷിച്ച ഈ പാർട്ടിനത്. അത് ഇവർ പറയുന്നത് എന്നു പറയാം വല്ല എനിക്ക് കേട്ടപ്പോൾ നാണക്കേട് തോന്നി ഇവർ പറഞ്ഞു കേട്ടപ്പോൾ. അത്രേ ഉള്ളൂ. ഇപ്പം പറയുന്നില്ല വെറുതെ അങ്ങ് ചോദിക്കേണ്ടത്. ഇപ്പോൾ പറയാൻ പാടില്ല. ഞാൻ ആവശ്യം പറ്റുമ്പോൾ തുറന്ന് പറയും. എവിടെയാണ് ഇവർ പോയി പ്രസംഗിക്കുന്നത് അവിടെ മേക്ക് കെട്ടി ഞാൻ പ്രസംഗിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന രീതിയിൽ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് പോകും. ഏതായാലും CC മുകുന്ദൻ നിലപാട് വ്യക്തമാക്കുകയാണ്. അദ്ദേഹം മുന്നോട്ട് തന്നെ പോകും. CPI ഉന്നയിച്ച വിമർശനങ്ങൾക്കെല്ലാം മറുപടി പറയും. ഏത് നേതാവ് എവിടെ പ്രസംഗിച്ചാലും അവിടെ എത്തി ജനങ്ങളോട് സംസാരിക്കുമെന്ന് തന്നെയാണ് ഈ പുറത്താക്കിയ വേളയിൽ CC മുകുന്ദൻ MLA നമ്മളോട് സംസാരിക്കുന്നത്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.